ആത്മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്ടുവട്ടം 2-ാം ഞായർ സഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ. 1-ാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 3-ാം വാക്യവും 5-ഉം 6-ഉം വാക്യങ്ങളും. 2-ാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും. വിശുദ്ധ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തു പറഞ്ഞുകൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഇവൻ എനിക്ക് മുൻപ് ഉള്ളവനാണ് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയല്ലേ: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നുവെന്ന്. വചനമായ ദൈവം, പരിശുദ്ധത്വത്തിലെ പുത്രനായ ദൈവം യേശുവാണെന്ന് സ്നാപക യോഹന്നാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടി എന്ന് പറഞ്ഞുകൊണ്ട് സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന, മനുഷ്യരുടെ പാപങ്ങൾ വഹിക്കുന്ന, പാപങ്ങൾക്ക് പരിഹാര ബലിയാകുന്ന, മനുഷ്യരുടെ പാപത്തെ പ്രതി പീഡകൾ എടുക്കപ്പെടുന്ന ഒരു കുഞ്ഞാടിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാർക്കും അവിടെ ആയിരിക്കുന്നവർക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ഇതാ പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ഈ നിൽക്കുന്നവനാണ് എന്നും ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന് അവിടുന്ന് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളപ്പോൾ തിരിച്ചറിയേണ്ടത് സ്നാപക യോഹന്നാന്റെ പശ്ചാത്തലമാണ്. യഹൂദ മതത്തിൽ പ്രബലമായ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഫരീസയർ, രണ്ടാമത് നിയമജ്ഞർ എന്ന പ്രബലമായ 2 വിഭാഗങ്ങൾ. എന്നാൽ അവരിൽ ചെറിയൊരു സമൂഹം അറിയപ്പെട്ടിരുന്നത് എസ്സീൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഈ എസ്സീൻ വിഭാഗത്തിൽപ്പെട്ടവ ലളിതമായ ജീവിതം നയിക്കുകയും അവർ ദിവസവും സ്നാനം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കൾ സക്രിയായും എലിസബത്തും വാർദ്ധക്യത്തിലാണ് സ്നാപക യോഹന്നാൻ അവരിൽ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നാപക യോഹന്നാൻ സ്വയപര്യാപ്തി നേടുന്നതിന് മുൻപ് തന്നെ അവന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് സ്നാപക യോഹന്നാന്റെ ബന്ധുക്കൾ നസ്രത്തിന്റെ വടക്കുഭാഗത്തേക്ക് ചേക്കേറിയിരുന്നു. എന്നാൽ സ്നാപക യോഹന്നാൻ ആകട്ടെ ചാവുകടലിനടുത്തുള്ള കുമ്രാൻ എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ മുതിർന്ന ആളുകളോടൊപ്പം താമസിക്കുകയും ചെയ്തു. ഈ കുമ്രാൻ എന്ന ഗ്രാമത്തിലാണ് എസ്സീൻ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അവിടെ ജീവിച്ചിരുന്നത്. അവർ എന്തുകൊണ്ട് അങ്ങോട്ട് വന്നു എന്ന് ചരിത്രപരമായ രേഖകൾ ഇല്ല. പക്ഷേ അവരിലുണ്ടായിരുന്ന പുരോഹിതന്മാർ ബ്രഹ്മചരികളായിരുന്നു. മുൻപ് പറഞ്ഞിരുന്നത് പോലെ ലളിതമായ ജീവിതം നയിച്ചിരുന്നവരാണ്. അവർ കുമ്രാൻ എന്ന ഗ്രാമത്തിൽ വന്ന് താമസിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം ജെറുസലേം ദേവാലയത്തിൽ നടക്കുന്ന അഴിമതികൾ, ജെറുസലേം ദേവാലയത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അവയിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ കുമ്രാൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എസ്സീൻ എന്ന വിഭാഗത്തിൽ വന്നുകൊണ്ട് അവർ താമസിക്കുവാനും ജീവിക്കുവാനുമായിട്ട് തുടങ്ങി. അവർ പ്രതീക്ഷിച്ചിരുന്നത് രക്ഷകനെയാണ്. രക്ഷകൻ വരുമ്പോ ജെറുസലേം ദേവാലയത്തെ നവീകരിക്കുമെന്നും ശുദ്ധീകരിക്കുമെന്നും എല്ലാവിധ പാപക്കറകൾ
ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അവൻ കഴുകിക്കളയുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്താണ് അവർ ജീവിച്ചിരുന്നത്. തീവ്രമായ മതനിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ. അവ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ചുരുളുകൾ ആവർത്തിച്ച് എഴുതിക്കൊണ്ട് രക്ഷകനു വേണ്ടി കാത്തിരുന്നു. തീർച്ചയായിട്ടും അവർ അങ്ങനെ രക്ഷകന് വേണ്ടി കാത്തിരുന്ന, പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഒരു ജീവിത ശൈലിയിൽ അനുഷ്ഠിച്ചിരുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന സ്നാപക യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ അവൻ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇവനാണ് വരാനിരിക്കുന്നവൻ, ഇവനു വേണ്ടി വഴിയൊരുക്കുവാനാണ് ഞാൻ വന്നത്. ഇവനെ സ്നാനപ്പെടുത്തുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും പിതാവായ ദൈവം ഇവൻ എൻ്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തുന്നത് ഞാൻ കേട്ടുവെന്ന് അവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. യോഹന്നാൻ തന്റെ കർത്തവ്യം, തന്റെ ഉത്തരവാദിത്വം വളരെ മനോഹരമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിലൂടെ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? ഇന്നേ ദിവസം സഭ നമ്മളോട് ഈ സ്നാപക യോഹന്നാൻ എന്നിൽ നിന്നും സുഹൃത്തെ നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി സാക്ഷികളായി മാറാൻ എനിക്ക് സാധിക്കണം, നിനക്ക് സാധിക്കണം. അവനെ ചൂണ്ടിക്കാണിക്കുവാൻ നമ്മുടെ ജീവിതാവസ്ഥകളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവാണ് രക്ഷകനെന്ന് നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു അക്രൈസ്തവൻ എന്റെ ജീവിതം കണ്ട്, നിന്റെ ജീവിതം കണ്ട്, നിന്റെ കുടുംബം കണ്ട്, നിന്റെ കുടുംബ ജീവിതം കണ്ട്, നിന്റെയൊക്കെ മക്കൾ വിശ്വാസത്തിൽ വളർന്നു വരുന്നത് കണ്ടുകൊണ്ട് പറയുന്നത് നിനക്ക് കേൾക്കാനായിട്ട് പറ്റുമോ? യേശുവാണ് രക്ഷകനെന്ന് സ്നാപക യോഹന്നാൻ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു. നമ്മൾ വായിക്കുന്നില്ലേ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുമെന്ന്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഒരു ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. എന്താണ് ആ ഏറ്റുപറച്ചിൽ? സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണെന്ന്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ വിശുദ്ധ കുർബാന എടുത്തുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ? അന്ന് യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ അതേ പ്രാർത്ഥന, അതേ വാക്യങ്ങൾ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് എന്ന് പുരോഹിതൻ ഏറ്റുപറയുമ്പോൾ നമ്മുടെയൊക്കെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ആ യേശുവിനെ ജീവിതത്തിൽ ഏറ്റുപറയുവാൻ വേണ്ടി സ്നാപക യോഹന്നാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണെന്ന്. നമുക്കൊരുങ്ങാം. വചനത്തിൽ പറയുന്നു, എനിക്ക് മുമ്പേ അവനുണ്ട് എന്ന്. വചനം മാംസമായവനാണ് യേശുവെന്ന് സ്നാപക യോഹന്നാൻ എന്ന് പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ ആ യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരിടയിൽ നിന്റെ രക്ഷയ്ക്കു വേണ്ടി ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് യേശു നാമമാണ് എന്ന്. അതെ, ആ യേശുവിനെ സ്നാപക യോഹന്നാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ യേശുവിനെ ചൂണ്ടിക്കാണിക്കാൻ എനിക്കും നിനക്കും സാധിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.